ആനന്ദ നൃത്തമാടിയ കുസൃതി കണ്ണന്മാരുടെ കാഴ്ച അനന്തപുരിയെ അവിസ്മരണീയമാക്കി. മഞ്ഞപ്പട്ടുടുത്ത മയിൽപ്പീലി ചൂടി അഴകോടെ ഉണ്ണിക്കണ്ണന്മാർ എത്തിയപ്പോൾ ഭക്തിസാന്ദ്രമായി ഇത്തവണ ജന്മാഷ്ടമി. മഞ്ഞപ്പട്ടുടുത്ത് അരമണി കിലുക്കി മയിൽപ്പീലി ചൂടിയ ഉണ്ണിക്കണ്ണന്മാർ ഭക്തിയും സ്നേഹവും പടർത്തി തിരുവനന്തപുരത്തെ നഗരവീഥികളിൽ ദൃശ്യഭംഗിയൊരുക്കി. കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ, മുത്തുക്കുടയേന്തിയ യുവതികൾ, ഭജന സംഘങ്ങൾ എന്നിവ അകമ്പടിയേകി. പിഞ്ചു ബാലികാ ബാലന്മാർ നിരനിരയായി ശ്രീകൃഷ്ണനാമ ജപങ്ങളുടെ അകമ്പടിയോടെ കൈകളിൽ ഓടക്കുഴലുമായി നഗരവീഥികളിൽ ബാലലീലകളുമായി ഓടിക്കളിച്ചു. ബാലഗോകുലം ഉയർത്തിയ ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ എന്ന ആഹ്വാനം അനന്തപുരി ഏറ്റെടുത്തു. വൈകിട്ട് 3 മണിയോടെ 10 കേന്ദ്രങ്ങളിൽ നിന്നും ചെറു ശോഭായാത്രകൾ പാളയം മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ സംഗമിച്ച് മഹാശോഭായാത്രയായി 6 മണിയോടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ മഹാ ആരതി സമർപ്പിച്ച് അവസാനിച്ചു. സംഗമ ശോഭായാത്ര അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി ഉദ്ഘാടനം ചെയ്തു. നാട് വിട്ടുപോകുന്ന യുവജനത ജന്മനാടും മൂല്യങ്ങളും മറക്കരുതെന്ന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി പറഞ്ഞു. ഈ ബാലഗോകുലം നടത്തുന്ന വ്യക്തികൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇല്ലെന്ന ധർമ്മത്തിന് വേണ്ടിയും സംസ്കാരത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അച്ഛനമ്മമാർക്കെങ്കിലും കൂടെ ഒരു അഭ്യർത്ഥനയാണ്, ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ നാടിൻ്റെ അടുക്കലുള്ള അവരുടെ ഒരു അടുപ്പം കൂടുതൽ ശ്രദ്ധേയമാക്കണം. അല്ലെങ്കിൽ ഒരു 50 കൊല്ലം കഴിഞ്ഞ് ഇവിടെ ബാലഗോകുലം നടത്തേണ്ട ആവശ്യം വരില്ല. ബാലന്മാരുണ്ടായിട്ട് വേണ്ടേ? എല്ലാവരും ഓസ്ട്രേലിയയിലും കാനഡയിലും അമേരിക്കയിലും പോയി സ്ഥിരതാമസമല്ലേ. അപ്പോൾ അതില്ലാതെ നമ്മുടെ മണ്ണിൽ, നമ്മുടെ നാട്ടിൽ, ഈ നാട്, ഈ മണ്ണ്, ഈ ആകാശം, ഈ ജലം നിങ്ങളുടേതാണ്, നിങ്ങളതിൻ്റെയും. അതുകൊണ്ട് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോകരുത്. ആ ഒരു മനസ്ഥിതിയും കൂടെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് കുട്ടിക്കാലത്തിൽ വെച്ച് തന്നെ നിങ്ങളൊന്ന് അവരിൽ ഇൻസ്റ്റിൽ ചെയ്യണേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ബാലഗോകുലം ജനറൽ സെക്രട്ടറി ആർ പ്രസന്നകുമാർ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം നൽകി. നമുക്കറിയാം, ഈശ്വരൻ സർവ്വവ്യാപിയും സർവശക്തനും ഒക്കെയാണ്. ആ പരമ്പൊരുളിനെ ഒരു ബാലക രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഭാഗവതം. ബാലഗോകുലമാവട്ടെ ഓരോ കുട്ടിയെയും ഈശ്വര രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഭാഗവതം ഈശ്വരനെ കുട്ടിയായി അവതരിപ്പിക്കുമ്പോൾ ബാലഗോകുലം കുട്ടിയെ ഈശ്വരനായി അവതരിപ്പിക്കുന്നു. അങ്ങനെയാണ് കേരളത്തിന്റെ വീഥികളിൽ 50 വർഷം മുമ്പ് ആരംഭിച്ച ആ കുട്ടികളെ ദൈവമായി കാണണമെന്ന ഭാവം അത് ശോഭായാത്രയായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.